ഞങ്ങൾക്കൊരു നല്ല ജീവിതം നൽകണേ. ബിസിനസ് ജീവിതത്തിലേക്ക് നിസ്കാരത്താവുന്ന ഒരവസരങ്ങൾക്ക് നൽകല്ല. ഒരൊറ്റ ദിവസം മുടങ്ങാതെ വിത്തർ നിസ്കരിക്കാൻ ഭാഗ്യം നൽകണേ. നിസ്കാരത്തിന്റെ മുമ്പ് ശേഷമുള്ള സുന്നത്തുകൾ പൂർണ്ണമായി നിർവഹിക്കാൻ ഭാഗ്യം നൽകണേ. ഈ ഇറാഖുഹയിൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്ന സമയത്താണ് വിശുദ്ധമായ റമളാനിൽ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വുളൂ ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. വുളൂ ചെയ്യാൻ വെള്ളമില്ല. ജിബ്രീൽ അലൈഹിസ്സലാം തന്റെ ചിറകുകൊണ്ടൊന്നുമല്ല തട്ടി, അപ്പോൾ ഒരു ഉറവ പൊട്ടി. ആ ഉറവയിൽ നിന്ന് മുത്തുനബി തങ്ങൾ വുളൂ ചെയ്തു. സുബ്ഹാനല്ലാഹ്, എന്നിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു. പിന്നെ അവിടുന്ന് ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന സന്ദേശം ഓതിക്കൊടുത്തു. തിരുവിധങ്ങളാകെ പേടിച്ച് വിറച്ചു. ജിബ്രീലിനെ കണ്ടിട്ട് പേടിച്ചതല്ല, താൻ ഏറ്റെടുക്കുന്ന ദൗത്യത്തിന്റെ നിർവഹണത്തിൽ പൂർണ്ണതയിൽ എത്തിക്കാൻ കഴിയുമോ എന്ന ഒരു വല്ലാത്ത ഭയമായിരുന്നു മുത്തുനബി സയ്യിദുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അവിടുന്ന് വല്ലാതെ പേടിച്ചു വിറച്ചു. ഇഖ്റഅ ഓതിക്കൊടുത്തു. അതുമായി ഇറങ്ങിച്ചെന്നു ഇലാ ഹദറത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധമായ ഖുർആൻ ശരീഫ് ആദ്യമായി ജിബ്രീൽ അലൈഹിസ്സലാം നമ്മുടെ കരളിന്റെ കഷ്ടമായ ആറ്റലായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കി കൊടുത്തത് ഈ മലന്റെ മുകളിൽ ഇപ്പൊ നിങ്ങൾ പോയി കണ്ട ആ ഇറാ ഗുഹയിൽ വെച്ചിട്ടാണ്. ഇത്ര വലിയ സ്ഥലത്താണ് നമ്മൾ ഇരിക്കുന്നത്. ഖുർആൻ തുടങ്ങിയ സ്ഥലത്ത് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണം ഇറങ്ങിച്ചെന്നു മുത്തുനബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വിറച്ച് പനിച്ചിട്ട് പുതപ്പിട്ട് ഖദീജ പേടിച്ച് വിറച്ച് വിഷമിച്ച് ടെൻഷൻ അടിച്ച് പനിച്ച് വീട്ടിലേക്ക് വരുന്ന ഭർത്താവിന് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഏറ്റവും നല്ല സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണ് ഖദീജ ബീവിന്റെ കാലത്ത്. ഒരു കുടുംബജീവിതം സന്തോഷമാണ് 4 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്നെന്താണ്? ഒന്ന്, കുടുംബജീവിതം സന്തോഷം 4 കാര്യം വേണം. ഒന്നെന്താ ശിഖിർക്ക? സ്വഭാവക്കറി നിങ്ങളുടെ സ്വഭാവം എന്തായാലും മാറി അങ്ങനെ തന്നെ ഉണ്ടാവും. ഒന്ന് സ്നേഹം, ലവ് എന്ന് പറയും. സ്നേഹം ഉണ്ടായാൽ പോരാ, എന്താക്കണം? പ്രകടിപ്പിക്കാം. കുട്ടികളെ മുഖത്ത് നോക്കി ഐ ലവ് യു എന്ന് പറയാം. നിങ്ങൾ പറയലുണ്ട്.